കോഴിക്കോട് നഗരം ഇനി സാഹിത്യ നഗരം. ഭാരതത്തിലെ ആദ്യ സാഹിത്യ നഗരമായി തെരഞ്ഞെടുത്തതിൻ്റെ പ്രഖ്യാപനം മന്ത്രി എം.ബി. രാജേഷ് നിർവഹിച്ചു. KLF വേദിയിൽ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ വിമർശനത്തിന് പിന്നാലെ MD വാസുദേവൻ നായർ ചടങ്ങിൽ നിന്ന് വിട്ടുന്നത് ശ്രദ്ധേയമായി. ലോകത്തിലെ 53 സാഹിത്യ നഗരങ്ങളുടെ പട്ടികയിലേക്കാണ് കോഴിക്കോടും ഇടം പിടിച്ചിരിക്കുന്നത്. ഏഷ്യയിൽ നിന്നുള്ള 10 നഗരങ്ങളാണ് യുനെസ്കോ പട്ടികയിൽ പുതുതായി പേരെഴുതി ചേർത്തത്. കോഴിക്കോട് നടന്ന ചടങ്ങിൽ മന്ത്രി എം.ബി. രാജേഷ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. ഇന്ത്യയിൽ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തതിന്റെ പ്രഖ്യാപനം വളരെ സന്തോഷത്തോടെ ഞാൻ നടത്തുകയാണ്. ഇത് കോഴിക്കോടിന് മാത്രമല്ല, കേരളത്തിനും ഇന്ത്യക്കും തന്നെ അഭിമാനമാകുന്ന ഒരു നിമിഷമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം എന്ന പദവിയാണ് യുനെസ്കോ കോഴിക്കോടിന് നൽകിയിട്ടുള്ളത്. അതേസമയം ചടങ്ങിൽ നിന്ന് MD വാസുദേവൻ നായർ വിട്ടുനിന്നത് ശ്രദ്ധേയമായി. നേരത്തെ ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിവായത് MD പങ്കെടുക്കുന്നതുകൊണ്ടാണെന്ന് UDF ആരോപിച്ചിരുന്നു. കോർപ്പറേഷന്റെ വജ്രജൂബിലി പുരസ്കാരം ഏറ്റുവാങ്ങാൻ MD എത്താതിരുന്നത് അനാരോഗ്യം കാരണമെന്നാണ് മേയർ വ്യക്തമാക്കിയത്. പുരസ്കാരം MDയുടെ വീട്ടിലെത്തി മന്ത്രിയും സംഘാടകരും പിന്നീട് സമ്മാനിച്ചു. കുപ്രചാരണങ്ങൾക്ക് MDയെ കരുവാക്കരുതെന്ന് പുരസ്കാര സമർപ്പണത്തിന് ശേഷം MB രാജേഷ് പറഞ്ഞു. UDFന് എന്തും പറയാമല്ലോ. എനിക്ക് അവരോട് പറയാനുള്ളത്, ദയവായി MDയെ പോലെ നമ്മളെല്ലാവരും ആദരിക്കുന്ന ഒരാളെ മുൻനിർത്തി സങ്കുചിത രാഷ്ട്രീയം കളിക്കരുത് എന്നുള്ളതാണ്. അതിനവർക്ക് വേണ്ടത്ര അവസരങ്ങൾ അവർ പ്രയോഗിക്കുന്നുണ്ടല്ലോ, അവരുടെ കുപ്രചരണങ്ങൾ, കുതന്ത്രങ്ങൾക്ക്. ദയവ് ചെയ്ത് MDയെ അതിന് കരുവാക്കാതിരിക്കാനുള്ള മര്യാദയെങ്കിലും കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് UDF-ൽ. സാഹിത്യ നഗരത്തിന്റെ ലോഗോ പ്രകാശനവും വെബ്സൈറ്റ് ഉദ്ഘാടനവും മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. സാഹിത്യ നഗര കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം നടത്തിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. മേയർ ബീന ഫിലിപ്പ്, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക, സാഹിത്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഭരണസമിതിയുടെ പിടിപ്പുകേട് മൂലം ചടങ്ങിന്റെ നിറം മങ്ങിയെന്നാരോപിച്ച് UDF കൗൺസിലർമാർ വേദി ബഹിഷ്കരിച്ചിരുന്നു. ജനം, കോഴിക്കോട്.